നമസ്കാരം. എല്ലാ കായിക പ്രേമികൾക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ കരുത്തന്മാരുടെ നിരയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന മഞ്ഞപ്പട. ഇത്തവണ വലിയ പ്രതീക്ഷകളോടെ ഇറങ്ങിയ CSKയ്ക്ക് കാര്യങ്ങൾ പ്രതീക്ഷിച്ച പോലെയല്ല മുന്നോട്ട് പോകുന്നത്. സഞ്ജു സാംസന്റെ വരവും യുവതാരങ്ങളുടെ കടന്നുവരവൊന്നും CSKയെ ഇത്തവണ പിന്തുണയ്ക്കുന്നില്ല എന്ന് തന്നെയാണ് ആദ്യത്തെ 6 മത്സരങ്ങൾ കഴിയുമ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത്. എവിടെയാണ് CSKയ്ക്ക് പിഴയ്ക്കുന്നത് എന്ന ചോദ്യം പ്രസക്തമായി ഉയർന്നു നിൽക്കുകയാണ്. വയസ്സൻ പട എന്ന പേരുമാറ്റി ഇത്തവണ യുവത്വം തുളുമ്പുന്ന നിരയുമായി എത്തിയ ചെന്നൈ സൂപ്പർ കിങ്സിന് പ്രതീക്ഷിച്ച തുടക്കം ലഭിച്ചിരുന്നില്ല. ആദ്യത്തെ 3 മത്സരങ്ങളും തോറ്റ CSK പിന്നീടുള്ള 2 മത്സരങ്ങളിലും തകർപ്പൻ ജയം നേടി തിരിച്ചുവരവ് നടത്തി. എന്നാൽ അവസാന മത്സരത്തിൽ വീണ്ടും തോറ്റിരിക്കുകയാണ്. CSK സ്ഥിരതയില്ലാത്ത പ്രകടനം പുറത്തെടുത്ത് മുന്നേറവേ ഇപ്പോഴിതാ വീണ്ടും ഒരു തിരിച്ചടി ടീമിന് നേരിടേണ്ടി വന്നിരിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, CSKയെ വേട്ടയാടി പരിക്കുകൾ തന്നെയാണ്. ഈ സീസണിന്റെ തുടക്കം മുതൽ പരിക്ക് CSK വേട്ടയാടുന്നതാണ് കാണാനാകുന്നത്. ഇത്തവണ CSK ഏറ്റവും പ്രതീക്ഷയർപ്പിച്ച ഒരു ബൗളറാണ് നഥാൻ ഇല്ലിസ്. ഓസ്ട്രേലിയക്കാരനായ പേസറെ ഡെത്ത് ഓവറിൽ ഉപയോഗിക്കാമെന്ന കണക്കൂട്ടൽ തന്നെയാണ് CSK താരലേലത്തിലൂടെ ടീമിലേക്ക് എത്തിച്ചത്. എന്നാൽ സീസൺ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിനെ പരിക്ക് വേട്ടയാടി. ഇതോടുകൂടി ഈ സീസണിൽ ഒറ്റ മത്സരം പോലും കളിക്കാൻ സാധിക്കാതെ ഇല്ലിസ് പുറത്താവുകയും ചെയ്തു. നഥാൻ ഇല്ലിസിന്റെ പരിക്കിന്റെ ക്ഷീണം മാറുന്നതിന് മുന്നേ മറ്റൊരു പരിക്കിന്റെ വാർത്ത CSK വേട്ടയാടി. ഇത് CSK മാനസികമായി തളർത്തുന്ന വാർത്ത തന്നെയായിരുന്നു. അത് മറ്റൊന്നുമല്ല, MS ധോണിയുടെ പരിക്കാണ്. ഈ സീസണോടുകൂടി ധോണി വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നും ഈ സീസണിൽ കപ്പടിച്ച് ധോണിക്ക് യാത്രയയപ്പ് നൽകാം എന്നുമെല്ലാം കണക്കുകൂട്ടിയ CSKയ്ക്ക് ധോണിയുടെ പരിക്ക് വലിയൊരു ആഘാതം തന്നെയായിരുന്നു. ധോണി മികച്ച രീതിയിൽ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ട് ഇത്തവണ ധോണിയുടെ തകർപ്പൻ പ്രകടനം കാണാമെന്ന് പ്രതീക്ഷിച്ച ആരാധകരും നിരാശരായി. ധോണിയുടെ പരിക്കിന്റെ പുതിയ വിവരങ്ങൾ അനുസരിച്ച് ധോണി തിരിച്ചുവരവ് നടത്താൻ സാധ്യത വളരെ വിരളമാണെന്ന് തന്നെ പറയാം. ധോണി അടുത്ത മത്സരത്തിൽ കളിക്കും, ഹൈദരാബാദിനെതിരെ കളിക്കും, മുംബൈക്കെതിരെ കളിക്കും, ഇങ്ങനെ പല തരം റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ടെങ്കിലും ധോണി കളിക്കുന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ആയിട്ടില്ല. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ധോണി ഈ സീസണിൽ ഇനി കളിക്കാനേ സാധ്യത ഇല്ലെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ വസ്തുത എത്രത്തോളം ഉണ്ടെന്ന് ഔദ്യോഗികമായിട്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ധോണിയുടെ പരിക്ക് ഇത്തവണ CSKയെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ധോണിയുടെ അഭാവം ടീമിനെ മാനസികമായി വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണെന്ന് പറയാം. ഇതിനുശേഷം ഡെവാൾഡ് ബ്രവിസിൻ്റെ ഒരു പരിക്ക് CSKയ്ക്ക് അടുത്ത തിരിച്ചടിയായി മാറുന്നതാണ് നമ്മൾ കാണാനായത്. ദക്ഷിണാഫ്രിക്കയുടെ സൂപ്പർ താരം 4-ാം നമ്പറിൽ CSKയ്ക്കായി നിർണായക പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ്. താരത്തിൽ വലിയ പ്രതീക്ഷയും CSK വെച്ചിരുന്നു. എന്നാൽ ആദ്യ മത്സരങ്ങളിൽ ബ്രവിസിന് കളിക്കാൻ സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം തിരിച്ചു വന്നെങ്കിലും പരിക്കിൻ്റെ ഒരു ക്ഷീണം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലുണ്ടെന്ന് തന്നെ പറയാം. പഴയ പോലെ ഒരു ആക്രമണോത്സവ ബാറ്റിംഗ് കാഴ്ചവെക്കാൻ ബ്രവിസിന് സാധിക്കുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം ഡെക്കിനാണ് പുറത്തായത്. ഇത്തരത്തിൽ പരിക്കിൻ്റെ ക്ഷീണം ബ്രവിസിനെ വേട്ടയാടുകയാണ്. ഇതിനിടയിലാണ് CSKയ്ക്ക് മറ്റൊരു വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. അത് യുവതാരം ആയുഷ് മാത്രിയുടെ പരിക്കാണ്. ഇത്തവണ 3-ാം നമ്പറിൽ തകർപ്പൻ പ്രകടനം നടത്തുന്ന മാത്രമേ CSKയുടെ റൺവേട്ടക്കാരിൽ 1-ാം സ്ഥാനത്താണുള്ളത്. ആയുഷ് മാത്രിയുടെ കാൽമസിന് പരിക്കേൽക്കുകയും 3 ആഴ്ചത്തെ വിശ്രമം അദ്ദേഹത്തിന് വേണ്ടി വരികയും ചെയ്യുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതായത് ഈ സീസണിൽ ഇനി മാത്രമേ കളിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെ സാരം. അദ്ദേഹം 6 മത്സരത്തിൽ നിന്ന് 201 റൺസാണ് നേടിയത്. മികച്ച ഫോമിൽ കളിക്കവേ അദ്ദേഹത്തിന് പരിക്കിൻ്റെ പിടിയിലായത് CSKയെ മുന്നോട്ടുള്ള മത്സരങ്ങളിൽ തളർത്തുമെന്ന കാര്യം ഉറപ്പാണ്. മാത്രയ്ക്ക് പകരം ഉർവിൽ പട്ടേലിനെ കൊണ്ടുവരാം എന്ന കണക്കൂട്ടിലാവും CSK ഉള്ളത്. ഇത് ഇനി എത്രത്തോളം ക്ലിക്കാവുമെന്ന കാര്യമാണ് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയേണ്ടത്. ഈ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ മാത്രമല്ല, മറ്റ് ചില പ്രശ്നങ്ങളും CSKയെ വേട്ടയാടുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ മോശം ഫോമാണ്. നമുക്കറിയാം, IPL ഓറഞ്ച് ക്യാപ്പ് അടക്കം നേടിയിട്ടുള്ള ഒരു ബാറ്റ്സ്മാനാണ് ഋതുരാജ്. ഓപ്പണർ റോളിൽ മികച്ച റെക്കോർഡുകളും കണക്കും അദ്ദേഹത്തിന് അവകാശപ്പെടാൻ സാധിക്കും. പക്ഷേ ഈ സീസണിൽ ഒരു പ്രതീക്ഷിച്ച നിലവാരത്തിലൊത്തുവരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. 6 മത്സരങ്ങളിൽ നിന്ന് 82 റൺസ് മാത്രമാണ് ഋതുരാജ് നേടിയിരിക്കുന്നത്. സഞ്ജു സാംസണിന്റെ വരവ് തൻ്റെ ക്യാപ്റ്റൻസിക്ക് ഭീഷണിയാവുമോ എന്ന ഭയം തന്നെയാവും ഋതുരാജിനെ ഇത്തവണ സമ്മർദ്ദത്തിലാക്കുന്നത് എന്ന് തന്നെ പറയാം. എന്തായാലും ഋതുരാജ് മോശം ഫോമിൽ കളിക്കുന്നത് CSKയ്ക്ക് കടുത്ത തിരിച്ചടിയായി മാറുകയാണ്. ഇതിലേറ്റവും കൂടുതൽ പെട്ടിരിക്കുന്നത് സഞ്ജു സാംസൺ ആണെന്ന് പറയാം. കാരണം ഋതുരാജ് ഗെയ്ക്വാദിൻ്റെ മോശം ഫോമിനിടെ CSKയ്ക്കും സഞ്ജുവിനും അല്പം ആശ്വാസം 3-ാം നമ്പറിൽ മാത്രമേ മികച്ച ഫോമിൽ കളിക്കുന്നതായിരുന്നു. എന്നാൽ മാത്രിയുടെ അഭാവത്തിൽ സഞ്ജു സാംസണിലേക്ക് കൂടുതൽ ഉത്തരവാദിത്വം വരും. ഓപ്പണർ റോളിൽ തല്ലി തകർത്ത് കളിക്കാനുള്ള സ്വാതന്ത്ര്യം ഇനി സഞ്ജുവിന് ലഭിക്കുമോ എന്ന കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കാരണം സഞ്ജു തുടക്കത്തിലെ അത്തരമൊരു ശ്രമത്തിന് മുതിർന്ന വിക്കറ്റ് നഷ്ടമായാൽ CSK കൂട്ടത്തകർച്ചയിലേക്ക് പോകും. കാരണം ഇപ്പം പരിക്കിൻ്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ CSKയ്ക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ഇപ്പോൾ നിലവിൽ സഞ്ജു സാംസൺ മാത്രമേ ഉള്ളൂ. പക്ഷേ സഞ്ജുവിനെ ഇത്രയും സമ്മർദ്ദത്തിൽ എത്രത്തോളം മികവിലേക്ക് ഉയരാൻ സാധിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും CSKയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. പ്ലേ ഓഫ് സാധ്യത വലിയ പരിഗണനയിലാണെന്ന് തന്നെ പറയാം. ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും തുടർച്ചയായി നേടിയാൽ മാത്രമേ CSKയ്ക്ക് പ്രതീക്ഷ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ. അതിന് CSKയ്ക്ക് കഴിയുമോ എന്നത് കാത്തിരുന്ന് തന്നെ നമുക്ക് കണ്ടറിയാം.